പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം 44ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇത്തവണ സമാപിച്ചത്. അത് സന്ദർശകരുടെ എണ്ണത്തിൽ അതോടൊപ്പം തന്നെ അറബ് മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെയും എഴുത്തുകാരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ടും ഇത്തവണ റെക്കോർഡാണ് ഈ പുസ്തകമേള. കഴിഞ്ഞ വർഷം 2024 ഏതാണ്ട് 22 ലക്ഷത്തോളം സന്ദർശകരാണ് ഷാർജ എക്സ്പോ സെൻറ്ററിൽ പുസ്തകോത്സവത്തിന് എത്തിയതെങ്കിൽ 12 ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇത്തവണ അതിനേക്കാൾ അധികം ആളുകൾ, മലയാളികൾ അടക്കമുള്ളവർ ഇവിടെ വരികയും ഈ മേളയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. 118 രാജ്യങ്ങളാണ് ഇത്തവണ 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എത്തിയത്. മാത്രമല്ല, ഈ 118 രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 2350ഓളം പ്രസാധകരും എത്തി. പുതിയ പ്രസാധകരുണ്ട്. ഇനി രാജ്യങ്ങളുടെ കാര്യമാണെങ്കിൽ തന്നെ ഏതാണ്ട് 10ഓളം പുതിയ രാജ്യങ്ങളും മേളയ്ക്കെത്തി. മാത്രമല്ല, ഗ്രീസ് ആയിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യം. ഗ്രീസിൽ നിന്ന് നിരവധി കവികൾ വന്നു. ഗ്രീസിലെ പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി. ഗ്രീസിൽ നിന്ന് ഏതാണ്ട് 20ലധികം ആളുകൾ അടങ്ങുന്ന പ്രത്യേക സംഘം തന്നെ ഈ മേളയ്ക്കെത്തി. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് സുഡാനെ സംബന്ധിച്ചാണ്. സുഡാനിലെ സംഘർഷങ്ങൾ നടക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ സുഡാന് ഈ മേള നടക്കുന്ന ഷാർജ എല്ലാവിധ സപ്പോർട്ടും നൽകി. സുഡാനിൽ നിന്നും എത്തിയിട്ടുള്ള പ്രസാധകർക്ക് പ്രത്യേക ഇളവുകളും നൽകി. അങ്ങനെ ഷാർജ ചേർത്ത് നിർത്തുന്നുണ്ട് ഇത്തരത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ജനതയെ. ഷാർജ പുസ്തകോത്സവത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവുമായി ഇത്തവണയും മാതൃഭൂമി വളരെ സജീവം തന്നെയായിരുന്നു. ഏതാണ്ട് 3000ഓളം പുസ്തകങ്ങളാണ് മാതൃഭൂമി ബുക്സ് ഇത്തവണ ഷാർജയിലെത്തിയ വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഏറ്റവും അധികം വായനക്കാരുള്ള പുതിയ പുസ്തകങ്ങൾ മുതൽ ആദ്യകാല പുസ്തകങ്ങൾ വരെ, നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിൻ്റേതാണെങ്കിലും ഉറൂബിൻ്റേതാണെങ്കിലും MTയുടേതാണെങ്കിലും ഒക്കെ ആദ്യകാല തലയെടുപ്പുള്ള എഴുത്തുകാർ മുതൽ പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാർ വരെ ഉള്ള പുസ്തകങ്ങളാണ് മാതൃഭൂമി എത്തിച്ചത്. അതുകൊണ്ട് തന്നെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമി ബുക്ക് സ്റ്റോൾ പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കേരളത്തിലെ മലയാളികൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തന്നെയാണ് അറബി നാട്ടിലെ മലയാളികൾ ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മുടെ ഓരോ വിൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. കാര്യം കമ്പിളിക്കണ്ടത്തെ കൽഭരണികളും ആത്രേയകവും മരണവംശവും മരിയവറും മരിയയും ഇതൊക്കെ ചോദിച്ച ആൾക്കാർ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളതാണ്. കാര്യം ഒരു പുസ്തകത്തെ അന്വേഷിച്ച കാര്യം നാട്ടിൽ നമ്മുടെ ഒരു ഷോപ്പിൽ ആദ്യം അന്വേഷിച്ച് വരുന്ന പുസ്തകങ്ങൾ ഈ പറയുന്നവയാണ്. അത് തന്നെ ഈ അറബി നാട്ടിലും ചോദിച്ചു വരിക എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. സൗഹൃദങ്ങളുടെ അല്ല, നമ്മളിത് വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മിഠായിക്കടയിലേക്ക് കയറിയൊരു ഫീലിങ്. കുട്ടിക്കാലത്ത് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, അതേപോലെ ഒരു ഫീലിംഗ്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, എല്ലാ ബുക്സൊക്കെ കാണുമ്പോൾ. അബുദാബിയിൽ നിന്ന് ഇതിന് വേണ്ടി മാത്രം വന്നതാണ്. ബുക്സ് ഫെയർ മാത്രം മക്കൾക്ക് വേണ്ടി വന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പോൾ നടക്കുമ്പോൾ പുള്ളിക്കാത്ത സന്തോഷം, അപ്പോൾ പുള്ളിക്കാത്ത സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷം. അറബ് മേഖലയിൽ നിന്നുമുള്ള പ്രസാധകരുടെ ഒരു വേദിയാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന ഒരിടം, അല്ലെങ്കിൽ ഇത്തവണ ഏറ്റവും അധികം സന്ദർശകർ എത്തിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇത്. സൗദി അറേബ്യ, UAE, ലെബനൻ, ഇറാഖ്, സിറിയ തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രസാധകർ ഇവിടെ എത്തുകയും പുസ്തകങ്ങൾ വായനക്കാർ സന്ദർശകരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, ആകെ ഉള്ള 2350ഓളം പ്രസാധകരിൽ ഭൂരിഭാഗവും അറബ് മേഖലയിൽ നിന്നുമുള്ള പ്രസാധകർ തന്നെയാണ്. അത് ഖുർആനാണെങ്കിലും അതോടൊപ്പം തന്നെ നോവലും സാഹിത്യം അങ്ങനെയുള്ള മേഖലകളും എല്ലാം ചേർന്നിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രത്യേകത, ഏറ്റവും അധികം ആളുകൾ വന്ന് ട്രോളിയിലടക്കം സാധനങ്ങൾ, പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കൂടി ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഡിജിറ്റൽ യുഗത്തിലും ഇത്രമാത്രം വായനയെ പരിപോഷിപ്പിക്കുന്ന ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ അൽ കാസിമിയുടെ പ്രത്യേക ഒരു ഇതുതന്നെയാണ്. ഇത്ര വിപുലമായിട്ടും ഈ ഷാർജ ബുക്ക് ഫെയർ 44ാമത് എഡിഷൻ വളരെ ലോക്കൽസിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടി വരാൻ ഇപ്രാവശ്യം വളരെ വിപുലമായിട്ട് തന്നെയാണ് ഉള്ളത്. ഏകദേശം അറൗണ്ട് ലോക്കൽ പബ്ലിക്കേഷൻ തന്നെ മോർ ദാൻ 300+ പബ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ സാന്നിധ്യം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ഉത്സവമായിട്ടാണ് ബുക്ക് ഫെയർ എല്ലാ വർഷവും രൂപപ്പെടുന്നത്. പുസ്തകോത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ മലയാളത്തിൽ നിന്നും നിരവധി എഴുത്തുകാർ ഇവിടെ വരികയും വായനക്കാരുമായി സംവദിക്കുകയും ചെയ്തു. പുസ്തക ചർച്ചകളിലും അവർ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. KR മീര, KS അച്യുതാനന്ദൻ, വയലാർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ തുടങ്ങി നിരവധി എഴുത്തുകാർ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലെ മറ്റേ തലയെടുപ്പുള്ള എഴുത്തുകാർ വന്നിട്ടുള്ളത്. പായൽ അറോറയെ പോലുള്ള എഴുത്തുകാരും ഇവിടെ വന്നു. ഇങ്ങനെ വായനക്കാരും എഴുത്തുകാരും തമ്മിലുള്ള ഒരു സംവാദവും അതോടൊപ്പം തന്നെ ആശയവിനിമയവും പുസ്തക ചർച്ചകളുമൊക്കെയായി അത്തരത്തിൽ കൂടി സജീവമായിരുന്നു ഇത്തവണത്തെ മേള.
പോയ വർഷമേ പോകൂ, പുതുവർഷമേ വരൂ, കാലമേ ഉരുട്ടുക അനന്തമാമി ചക്രം. ഒരു ഫസ്റ്റ് ബുക്ക് ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനാൽ തന്നെ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. 2 വർഷമായിട്ട് ഞാനിപ്പോൾ UAE-ലുണ്ട്. നാട്ടിൽ സർവൻ്റ് ആയിരിക്കുന്ന ഒരേ സമയത്ത് തന്നെ ഇവിടെ വിസിറ്റിനും അതിനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലൊരു പീസ്ഫുൾ ലൈഫ്, ഒരു കംഫർട്ടബിൾ ഏരിയ എന്നുള്ളത് UAE എനിക്ക് തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് ബുക്ക് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 44ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ലോകത്തിന് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു താരം കൂടിയെത്തി, വിൽ സ്മിത്ത്. ഹോളിവുഡിലെ സൂപ്പർ താരം എത്തുന്ന സമയത്ത് ഷാർജ എക്സ്പോ സെന്റർ നിറഞ്ഞ് കവിഞ്ഞ ആരാധകരെയാണ് കാണാൻ കഴിഞ്ഞത്. പുസ്തകമേളയ്ക്കൊപ്പം തന്നെ ഏറ്റവും അധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുന്ന എക്സ്പോ സെന്റർ. 7ാം നമ്പർ ഹാളിൽ റൈറ്റേഴ്സ് ഫോറത്തിലാണ് ഏറ്റവും അധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. അതിൽ 99% മലയാളം പുസ്തകങ്ങൾ തന്നെയാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ഓരോ 25 മിനിറ്റിലും ഒന്നിലധികം പുസ്തകങ്ങൾ, ഒരൊറ്റ ചടങ്ങിൽ തന്നെ 4-5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഇടം കൂടിയാണ് റൈറ്റേഴ്സ് ഫോറം. പുതിയ എഴുത്തുകാർ വരുന്നു, പുതിയ പുസ്തകങ്ങൾ വരുന്നു, വളരെ സുന്ദര സുരഭിലമാകുന്നു പുസ്തകോത്സവം. നമുക്ക് ബ്രേക്കില്ല. രാവിലെ 10 മണിക്ക് തുടങ്ങിയത് അങ്ങനെ രാത്രി 10:30 മണി വരെ, ലാസ്റ്റ് 11 മണിക്ക് നിർത്തും. ഇത് വെള്ളി, ശനി, ഞായർ 3 ദിവസം, അല്ലാത്ത ദിവസം 10:30 മണി വരെ. അപ്പം അങ്ങനെ നിങ്ങൾ കണക്കൂട്ടി ഒരു ദിവസം എത്ര പുസ്തകം അത് പ്രകാശനം ചെയ്താൽ വായന ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഇടയിൽ കുറേ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് സമാന മനസ്കരായ കുറേ ആൾക്കാരൊപ്പം നടക്കാനും കുറേ പുസ്തകങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെടാനും പുതിയ എഴുത്തുകാരെ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു വേദി കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയില്ല, നാട്ടിലൊരു ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ ഒരുമിച്ച് കുറേ നേരം ഇരിക്കുക. അത് അക്ഷരങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളൊക്കെ സാഹിത്യമോ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ലോകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുപോലെയുള്ള അവസരങ്ങൾ പൊതുവെ പ്രവാസികൾക്ക് കുറവാണ് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇത്ര ആവേശപൂർവ്വം ഇതിനെ ഏറ്റെടുക്കുന്നത് എന്നുള്ളത്. പുസ്തകോത്സവത്തിലെ മനോഹരമായ ഇടങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ ഈ പുസ്തക പ്രസാധകർ മാത്രമല്ല, അല്ലെങ്കിൽ എഴുത്തുകാരും അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, മറിച്ച് കേരളത്തിൽ നിന്നും ഇവിടെയുള്ള UAE-യിലുള്ള പ്രവാസി സംഘടനകൾ, കൂട്ടായ്മകൾ, അവരൊക്കെ ഇവിടെ പുസ്തകങ്ങളുമായി എത്തുന്നുണ്ട്. പുസ്തകം മാത്രമല്ല, സൗഹൃദങ്ങൾ, പുസ്തക ചർച്ചകൾ എല്ലാം ഉണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മകളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള പെണ്ണിലമുണ്ട്. അക്കാഫ് അസോസിയേഷൻ കേരളത്തിലെ കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അക്കാഫ് അസോസിയേഷൻ. അതോടൊപ്പം തന്നെ പ്രിയദർശിനി, അതിനപ്പുറത്ത് നമുക്ക് മഹാത്മാഗാന്ധി കൾച്ചറൽ സെൻറ്റർ, ഇങ്ങനെ എല്ലാ കൂട്ടായ്മകളും ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാകുന്നു. ഇവിടെ വരുന്ന ശരിക്കും പുസ്തകം വാങ്ങാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഇവിടെ വരുന്നതിലൂടെ ഒരുപാട് പബ്ലിഷേഴ്സിന് കാണും. പുസ്തകം കാണുന്നതിൽ നിന്നൊരു സന്തോഷമുണ്ടല്ലോ. നമുക്ക് ഒരു വലിയ വായനക്കാരൊന്നും അല്ലെങ്കിൽ പോലും ഒരുപാട് അറിവുകളുടെ ശേഖരം അങ്ങനെ കാണുന്നതിലുള്ളൊരു സന്തോഷം, അത് വേറൊരു അനുഭവം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഴയ ബഡ്ഡീസിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴുള്ള ഒരു റീയൂണിയൻ്റെ സന്തോഷം, അതും തരുന്ന ഒരു അനുഭവമാണ് ഇവിടുത്തെ ഈ ഒരു ബുക്ക് ഫെയറിലുള്ളത്. പുസ്തകോത്സവത്തെ വെറും മേള മാത്രമല്ലാതെ മാറ്റി ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു മഹാസംഭവമാക്കി മാറ്റുകയാണ് ഷാർജ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വിനോദങ്ങളുണ്ട്. കാരണം കുട്ടികൾ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് പുസ്തകങ്ങൾ ഇഷ്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മറ്റ് കലാ ആക്ടിവിറ്റീസിലെല്ലാം, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, ചിലർക്ക് കലയായിരിക്കും, പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാനായിരിക്കും. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. മറ്റൊന്ന് ഈ പാചകമേളകൾ തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പാചക വിദഗ്ധർ ഇവിടെ എത്തി. അവർ ഇവിടെ എത്തുന്ന സന്ദർശകരുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയും പാചകകലയുടെ പുതിയ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത്രയധികം കാലം ഇടതടവില്ലാതെ തുടരുന്ന ഒരു പുസ്തകോത്സവം ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നമുക്ക് പറയാം. കാരണം 44 വർഷമായി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇതുപോലെ തുടരുന്നു. കോവിഡ് കാലത്ത് പോലും ഈ പുസ്തകോത്സവത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല. പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി പ്രസാധകർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് അന്ന് ഷാർജ ഭരണാധികാരി പുസ്തകോത്സവം ഒരു മുടക്കവും കൂടാതെ നടത്തിയത്. കോവിഡ് കാലഘട്ടത്തിൽ ലോകം മുഴുവനും വിറച്ചു നിൽക്കുമ്പോഴും ഷാർജയുടെ പ്രിയപ്പെട്ട ഷെയ്ഖ് കോവിഡ് കാലത്തും ഈ അന്താരാഷ്ട്ര പുസ്തകങ്ങൾ നടത്തി എന്നുള്ളതാണ്. അന്ന് വളരെയേറെ പ്രത്യേകതയുണ്ടായി. പബ്ലിക്കേഷനൊക്കെ വരാൻ പേടിച്ച കാലത്ത് എല്ലാ പബ്ലിക്കേഷനും ഇവിടെ എത്തിക്കുകയും അവർക്ക് ഫ്രീ ആയി
പബ്ലിക്കേഷൻസിന് ഫ്രീ ആയി ഇവിടെ സ്ഥലം അനുവദിക്കുകയും ചുരുങ്ങിയത് 5000 ദിർഹംസിൻ്റെ പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ട് കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് സൃഷ്ടിച്ചത് പ്രിയപ്പെട്ട ഷാർജ ഷെയ്ഖ്. നമുക്ക് ഈ രചയിതാക്കളെ പരിചയപ്പെടാം, പിന്നെ അവർ ഓട്ടോഗ്രാഫ് വാങ്ങാം, അവരുടെ കൂടെ ഒന്ന് പടം എടുക്കാം. പുസ്തകം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണല്ലോ. എവിടെയും നമുക്ക് മലയാള പുസ്തകങ്ങൾ കിട്ടും. പക്ഷേ രചയിതാക്കൾ കിട്ടില്ല, അവരുടെ ഓട്ടോഗ്രാഫ് കിട്ടില്ല, അവരുടെ കൂടെ ഫോട്ടോസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മിസ് ചെയ്യാറില്ല. ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക്. ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം മുന്നോട്ട് വെച്ച ആശയം ഇതായിരുന്നു. ഒരു പുസ്തകം വായിക്കുമ്പോൾ വായനക്കാരനുണ്ടാകുന്ന ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കൽ. അത് മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് പല സംസ്കാരങ്ങളെ അടുത്തറിയുന്ന അനുഭവം കൂടിയാണ് വായന. അതാണ് ഷാർജ പുസ്തകോത്സവം വായനക്കാരെ പരിചയപ്പെടുത്തിയത്.